ആണുങ്ങളും സമ്മതിക്കും. അതുകൊണ്ട് ഭാര്യ ഇത് പറയാൻ ആഗ്രഹിക്കും. സ്ത്രീകൾ ഒരു കാര്യം ഓർത്തോണം, നിങ്ങളുടെ ഭർത്താവിനെ പിശാച് ഈമ്പിയ ചില സമയമുണ്ട്. ആ സമയത്ത് വർത്തമാനം പറയരുത്. കുളിച്ച് തോർത്തി തണുത്ത് മര്യാദയ്ക്കിരിക്കുമ്പം കാര്യങ്ങൾ അവതരിപ്പിക്കുക. ആണുങ്ങൾ ഒരു കാര്യം ഓർത്തോണം, നിങ്ങളുടെ ഭാര്യയെ കേൾക്കാൻ നിങ്ങൾക്ക് കടമയുണ്ട്. നിങ്ങൾ കേട്ടില്ലെങ്കിൽ ആര് കേൾക്കും നിങ്ങളുടെ ഭാര്യയെ? ചില ആണുങ്ങൾക്ക് എന്തൊരു തിരക്കാ, വീട്ടിലോട്ട് വരുന്നത് തന്നെ ഇരട്ടപ്പിള്ളാരെ മുല കുടിപ്പിച്ചുകൊണ്ട്. വലത് കയ്യിൽ BSNL ഫോൺ, ഇടത് കയ്യിൽ റിലയൻസ് ഫോൺ. ആഹാ ഓഹോ ആഹാ. നമുക്ക് തോന്നും ഇവൻ ഫോൺ വിളിച്ചില്ലെങ്കിൽ ഇന്ത്യ കാട്ടുകാരാരിന്ന് പുറകോട്ട് പോകും. ആ രീതിയില്ല. പിന്നെ അവൾ ഈ സോഫായിൽ വെട്ടിയിട്ട കോഴിച്ചക്ക പോലെ മലന്നൊരൊറ്റ കിടപ്പ്. ഭാര്യയോട് മിണ്ടാൻ ഇഷ്ടമില്ല, ഭാര്യയെ കേൾക്കാൻ ഇഷ്ടമില്ല, മക്കളെ കേൾക്കാൻ ഇഷ്ടമില്ല. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചു, മോനെ നിങ്ങളുടെ വീട്ടിൽ ദൈവം വസിക്കുന്നത് എവിടെ? ഒരുത്തൻ പറഞ്ഞു ബൈബിളിലാണ്, ഒരുത്തൻ പറഞ്ഞു കുരിശയിലാണ്, ഒരുത്തൻ പറഞ്ഞു പ്രാർത്ഥനാമുറിയിലാണ്. ഒരു കുട്ടി പറഞ്ഞു അവിടെയൊന്നുമല്ല, ഞങ്ങളുടെ വീട്ടിൽ ദൈവം വസിക്കുന്നത് ബാത്റൂമിന്റെ അകത്താണ്. ബാത്റൂമിലെ ദൈവം അതല്ലാടാ. എന്നും രാവിലെ 6 മണിക്ക് പപ്പ പേസ്റ്റും ബ്രഷും ടങ്ക്ലീനറും ഒരു മൊബൈൽ ഫോണും കൊണ്ട് കൃത്യം 6 മണിക്ക് ബാത്റൂമിൽ കയറുന്ന കാണാം. 6:30 എന്നും മമ്മി ചോദിക്കുന്ന കേൾക്കാം, ദൈവമേ ഇനി ഇറങ്ങാറായില്ലേ, ദൈവമേ ഇനി ഇറങ്ങാറായില്ലേ. ഇപ്പൊ സംസാരിക്കാൻ സമയമില്ലാത്ത കുടുംബങ്ങൾ. ഇപ്പം പരസ്പരം മനസ്സിലാക്കുക, ഭർത്താവിനെ ഭാര്യ, ഭാര്യയെ ഭർത്താവ്. ചെറിയ ലോകം വലിയ ലോകം. രണ്ടാമത്തെ വ്യത്യാസം, പെണ്ണുങ്ങൾ വിശദീകരണം ആഗ്രഹിക്കുമ്പോൾ ആണുങ്ങൾ ഒറ്റ വാക്കിൽ ചുരുക്കുന്നവരാണ്. അത് മനഃശാസ്ത്രമാണ്. ആണുങ്ങൾക്കെല്ലാം ഒറ്റ വാക്കി ചുരുക്കണം. അതെ അതെ, അല്ല അല്ല, ഇത്രയേ ഉള്ളൂ, ഒറ്റ വാക്കി ചുരുക്കും. ഭാര്യയ്ക്ക് ഉപന്യാസം പോലെ ലേഖനം പോലെ വിശദീകരിച്ച് കേൾക്കണം. ഭർത്താവ് എന്ന് പറയടി മാത്തുക്കുട്ടിയുടെ ഭാര്യ ഗർഭിണിയാന്ന് പറയുന്നത് കേട്ടു. അയ്യോ ചേട്ടാ എന്നതാ കൊച്ച്, എന്നാ പ്രസവം എന്നറിയാമോ, ഏതിലോട്ടാ കാണിക്കുന്നത്, ഏതാശത്തില്ല പോകുന്നത്. ഇവർക്ക് ഇത് ലേഖനം പോലെയാണ്. ആണുങ്ങൾക്ക് ചുരുക്കത്തിൽ. ചില ആണുങ്ങളുണ്ട് വർത്താനം പറയുപോലുമില്ല. ചില ആണുങ്ങൾ വർത്താനം പറയുന്നത് കേട്ടാൽ പഴയകാല വെല്ലുമിച്ചിമാര് ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ ഞെക്കി മുക്കി മൂളുമ്പോൾ ഇത്രയേ ഉള്ളൂ ആകപ്പാട്. ചില പുരുഷന്മാര് ഭാര്യ പിണങ്ങിയിരുന്നാലും അതറിയാത്തവന്മാരെ കണ്ടിട്ടുണ്ട്. ഒരു സ്ത്രീ 3 ആഴ്ച കെട്ടിയവനോട് പിണങ്ങിയിരുന്നു, ഭർത്താവ് അറിയുന്നേ ഇല്ല. അവസാനം ഭാര്യ തന്നെ മടുത്തിട്ട് ചോദിച്ചു, എൻ്റെ പൊന്നു മനുഷ്യ, ഞാൻ 3 ആഴ്ച പിണങ്ങിയിരുന്നിട്ടും തനിക്കൊന്നും തോന്നുന്നില്ലേ? ആ നീ പിണങ്ങിയിരിക്കായിരുന്നോടി, ഞാനത് അറിഞ്ഞില്ലല്ലോ. അപ്പൊ ഇതൊരു വ്യത്യാസമാണ്, 2 ലോകങ്ങളുടെ വ്യത്യാസം. മൂന്നാമത് ഒരു വലിയ വ്യത്യാസമുള്ളത്, പെണ്ണുങ്ങൾ ക്ഷമിക്കും പക്ഷെ മറക്കുകയില്ല. ആണുങ്ങൾ മറക്കും പക്ഷെ ക്ഷമിക്കുകയില്ല. കാരണം ആണുങ്ങൾ 100 കൂട്ടം കാര്യങ്ങൾക്കിടയിൽ ചില കാര്യം മറന്നുപോകും. പക്ഷെ അവസരം വരുമ്പോൾ ചാരം മൂടിയ തീക്കട്ട പോലെ, ചാരം പറക്കുമ്പോൾ തീക്കട്ട തിളങ്ങുന്നത് പോലെ പിന്നെയും ഇങ്ങോട്ട് തെറ്റി വരും. ക്ഷമിക്കുകയില്ല. പക്ഷെ പെണ്ണുങ്ങളോ എല്ലാം ക്ഷമിക്കും പക്ഷെ മറക്കുകയില്ല. ഇങ്ങനെ പറവറാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു കാര്യമില്ല. ഭർത്താവ് 2009 കുടി നിർത്തിയതാ. 5 വർഷമായി കുഴപ്പമൊന്നുമില്ല. എങ്കിലും 2014 നവംബർ 30 പറയും, ഓ തന്നെ 2008 മുടിഞ്ഞ കുടി, അല്ലെ കുറെ കൂടെ കാശ് ഇവിടെ കാണാനായിരുന്നു. ഓരോ ആവശ്യമില്ലാത്ത ചൊറിഞ്ഞ വർത്താനം പറയുക. ക്ഷമിക്കും പക്ഷെ മറക്കുകയില്ല. മാത്യു സാറ് മോട്ടോർ സൈക്കിളിൽ വൈകിട്ട് 4 മണിക്ക് സ്കൂളിൽ നിന്നും വീട്ടിൽ വന്നു. ഭാര്യയോട് പറയടി മേരിക്കുട്ടി, സ്കൂളിൽ ഒരു പുതിയ ടീച്ചർ ശൈലജ കാണണം. തക്കാളിപ്പഴത്തിൻ്റെ നിറവ, പാദം മുട്ടി മുടി, പക്ഷെ മുഖത്ത് കുറ്റിമീശ, നോക്കുമ്പോൾ ഏതാണ്ട് പോലിരിക്കുന്നു. ഭാര്യ പറഞ്ഞു, വല്ല പെണ്ണുങ്കോ മീശയോട് അവൾ അവിടെ മീശ കൊണ്ട് അവിടെ വഴിക്ക് പോട്ടെ മനുഷ്യ, തനിക്ക് എന്താ കാര്യം? അങ്ങ് പറഞ്ഞില്ല, അങ്ങ് തീർന്നു. വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയി. കാലചക്രം ഉരുണ്ടുകൊണ്ടിരുന്നു. 4-5 വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഇതേ മാത്യു സാറ് മോട്ടോർ ബൈക്കിൽ വൈകിട്ട് 7:30 വീട്ടിലോട്ട് വരുന്നു. അത് കറണ്ട് കട്ടിൻ്റെ ദിവസമായിരുന്നു. ഇദ്ദേഹം ഇരുട്ടത്ത് ഗേറ്റ് കടന്ന് വരികയും പൂന്തോട്ടത്തിന് സൈഡ് കെട്ടാൻ വേണ്ടി കുറച്ച് ഹോളോ ബ്രിക്സ് ഇഷ്ടിക ഇറക്കി വെച്ചിട്ടുണ്ട്. അറിയാത്ത മാത്യു സാർ ഇഷ്ടിക തട്ടി താഴെ വീണു. ഇടത് കേട്ട് തൊലി പോയി. ഇയാൾ അരിശത്തോട് വീട്ടിൽ ചെന്നു, റെഡി നീ എന്നാലും വെമ്പർ നോക്കിയ ഇരുട്ടല്ലേ, ഹോളോ ബ്രിക്സ് ഇറക്കി വെച്ചെന്ന് പറയേണ്ടായിരുന്നു. എൻ്റെ കയ്യെങ്ങാനും ഒടിഞ്ഞു പോയാലും ഞാനിത് കണ്ടുപിടി. ഉടനെ ഇവിടെ പറഞ്ഞിട്ട് പിന്നെ വലിയ കാര്യമായി. ശൈലജ ടീച്ചറിൻ്റെ കുറ്റിമീശ കണ്ട ആൾക്ക് ഇഷ്ടിക കാണാൻ വലിയ പ്രയാസമല്ലേ. ഇതാണ് മനസ്സിൽ കിടക്കും, ക്ഷമിക്കും പക്ഷെ മറക്കുകയില്ല. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. 4ാമത് ഒരു വലിയ വ്യത്യാസം. അടുത്ത വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ആണുങ്ങൾ ഒരു സമയം ഒന്നിൽ ശ്രദ്ധിക്കുമ്പോൾ പെണ്ണുങ്ങൾ ഒത്തിരി കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവരാണ്. അതൊരു വലിയ പ്രത്യേകതയാണ്. ആണുങ്ങൾ TV കാണുമ്പം അവൻ TV ന്യൂസ്, അവൻ്റെ ഇരിപ്പ് കണ്ടാൽ തോന്നും ഇതിനകത്തൊന്നും നിർണായകമായ പങ്ക് അവനുണ്ട്. ഇത് മാത്രം നോക്കിക്കൊണ്ടിരിക്കും. പത്രം വായിക്കുമ്പം പത്രം. പിന്നെ ആ സമയത്ത് ഇഷ്ടമില്ല ആണുങ്ങൾക്ക് വർത്താനം പറയുന്നത്.
TV കാണുമ്പം ചുമ്മാ പെണ്ണുങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ട് ഈ പറയലും ആണുങ്ങൾക്ക് അരോചകമാണ്. അതുപോലെ പത്രം വായിയോ ഗുണഗുണമെന്നും പറഞ്ഞുകൊണ്ട് പുറകെ ചെന്ന് നിൽക്കും, ആണുങ്ങൾക്ക് ഇഷ്ടമില്ല. ഗൗരവത്തോടെ വാർത്ത കാണുമ്പോഴാണ് മണ്ണെണ്ണ തീർന്നു കേട്ടോ, ഗ്യാസിന്റെ കാര്യം എങ്ങനെ, ടെലിഫോൺ പോലെ എടുത്തിട്ടുണ്ടോ, അതൊക്കെ എടുക്കും, അത് കഴിഞ്ഞ് പറഞ്ഞാൽ മതി, ഈ സമയത്ത് പറയരുത്. ഇത് മനസ്സിലാക്കിയില്ലേ, കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ ഭർത്താവ് ഭാര്യയിൽ നിന്ന് അകലാൻ തുടങ്ങും, ഭാര്യ ഭർത്താവിന് സ്നേഹമില്ലെന്ന് അവൾ കരുതാനും തുടങ്ങും. അടുത്ത വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ആണുങ്ങൾ ഒരു സമയം ഒരു കാര്യം വൃത്തിയായി ചെയ്യുമ്പോൾ പെണ്ണുങ്ങൾ ഒരേ സമയം 10 കാര്യങ്ങൾ ചെയ്യും, അല്പം വൃത്തിക്കുറവുണ്ടാവും. ആണുങ്ങൾ ആദ്യം വാഴ, പിന്നെ വഴുതന, പിന്നെ കാന്താരിത്തൈ, പിന്നെ പയർ, ഓരോന്നോരോന്ന്. അത് ആണുങ്ങളുടെ പ്രത്യേകത. സ്ത്രീയോ ഒരുപാട് കാര്യം ചെയ്തുകൊണ്ടിരിക്കും. കുഞ്ഞിനെ മുലയൂട്ടും, അരിയാട്ടും, ഇങ്ങനെ ടെലിഫോൺ എടുക്കും, കോളിമ്പല് നോക്കാൻ പോകും, പുതപ്പ് കുടഞ്ഞിരിക്കും, ഒത്തിരി കാര്യം ചെയ്യും. ആണുങ്ങൾ ചെയ്യുന്നത് പോലെ സാവധാനത്തിൽ പെണ്ണുങ്ങളും ജോലി ചെയ്താൽ കുടുംബത്തിലൊന്നും നടക്കുകയില്ല. സ്ത്രീ ഇതുപോലെ ചെയ്താലേ ഒരു കുടുംബം കൊലയാതെ പോകൂ. കൊച്ചു കുഞ്ഞുങ്ങളോട് സാറ് ചോദിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ഒരു കുട്ടി പറഞ്ഞു ഐപാഡ്, ഒരുത്തൻ പറഞ്ഞു ടാബ്ലറ്റ്, ഒരുത്തൻ പറഞ്ഞു കമ്പ്യൂട്ടർ, ഒരുത്തൻ പറഞ്ഞു ലാപ്ടോപ്പ്. ഒരു കൊച്ചു പറഞ്ഞേ ഏറ്റവും വലിയ അത്ഭുതം എൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മ. അതന്നെ എൻ്റെ സാറേ, എൻ്റെ അമ്മയ്ക്ക് എത്ര കൈകളാണെന്നറിയാമോ? വെളുപ്പിനെ എന്നെ കുലുക്കി വിളിക്കാൻ 2 കൈ, തലയിലെണ്ണ തൂത്ത് തരാൻ കൈ, വെള്ളം തലയിൽ താരാതെ തോർത്തി തരാൻ കൈ, ഷർട്ടിന്റെ പണ്ട് സിറ്റ് തരാൻ കൈ, ചോറും പൊതി കെട്ടിത്തരാൻ കൈ, രാത്രിയിൽ തലേന പോലെ മടക്കി വെച്ച് തരാൻ കൈ. എൻ്റെ അമ്മയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ഒരു കാര്യം ഓർത്തോണം, സ്ത്രീ ഒരുപാട് കാര്യം ചെയ്യുമ്പം അല്പം കുറ്റങ്ങളും കുറവുകളും വരുമ്പം അന്തസ്സുള്ള പുരുഷന്മാര് അതിനെക്കുറിച്ച് മിണ്ടരുത്, കമന്റ് പറയരുത്. ചില ആണുങ്ങൾക്കൊരു തോന്നലുണ്ട്, ഭാര്യയെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞാലേ ഞാൻ പുരുഷനാവൂ, ഭർത്താവൂ. ആ ചിന്തയുള്ളവരുണ്ട്. എൻ്റെ അപ്പന് എൻ്റെ അമ്മയെ വലിയ കാര്യമായിരുന്നു. അമ്മ എന്നാ ഉണ്ടാക്കിയാൽ അപ്പൻ ഒരു കുറ്റം പറയും, അത് അപ്പൻ്റെ പ്രത്യേകത. സ്നേഹക്കുറവുകൊണ്ടല്ല, രീതിയാ. കറി ഒലത്തിയാൽ പറയും എന്നാ ഒലത്താടി, കരിവേപ്പില കമന്ന് കിടക്കുന്നു, സബോള മലന്ന് കിടക്കുന്നു, കടുക് തലയും കുതിന്നിക്കുന്നു, ഇതാണ് ഒലത്ത്. അമ്മ മരിച്ചിട്ട് വർഷം 20 കഴിഞ്ഞു. ജ്യേഷ്ഠൻ്റെ ഭാര്യ അപ്പനെ പൊന്നുപോലെയാണ് നോക്കുന്നത്. എന്നാലും ഞാൻ അവധിക്ക് ചെല്ലുമ്പോൾ എൻ്റെ മോനെ എന്നാക്കെ പറഞ്ഞാലും മോൻ്റെ അമ്മ മരിച്ചതിന് ശേഷം വായി വെച്ച് കൂട്ടാമെന്നൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. എല്ലാവരും കങ്ങം പിടിച്ച ചൊവ്വ. എന്നാക്കെ പറഞ്ഞാലും എൻ്റെ അച്ചാമ്മയുടെ ഒലത്തായിരുന്നു ഒലത്ത്. ഇതെന്നാ ഒരു ഒലത്താ, എപ്പോഴാ പിടികിട്ടിയത്? മരിച്ച 20 വർഷം കഴിഞ്ഞപ്പോഴാണ് ഒലത്തുന്ന സ്നേഹം സാവധാനം തികട്ടി വരിക. അപ്പൊ ഇവിടെയാണ് പറയുക, മനസ്സിലാക്കുക, നല്ലത് പറയുക, അംഗീകരിക്കുക. വീണ്ടും ഒരു വലിയ വ്യത്യാസം, പുരുഷൻ എന്ത് ചെയ്താലും തൊട്ട് കാണിക്കാനും ചൂണ്ടിക്കാണിക്കാനുമുണ്ട്, സ്ത്രീ എന്ത് ചെയ്താലും തൊട്ട് കാണിക്കാനും ചൂണ്ടിക്കാണിക്കാനുമില്ല. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് അരിശം വരും. ഭർത്താവ് ഒരു വാഴ വെച്ചാൽ 10-ാം മാസം 150 കായുള്ള നേന്ത്രക്കൊല പൊക്കിപ്പിടിച്ച് ഭാര്യയും മക്കളെയും നോക്കി പറയാം, എൻ്റെ രക്തത്തുള്ളികൾ വേർപ്പ് തുള്ളിലാക്കി മെനഞ്ഞെടുത്ത വാഴക്കൊല നിങ്ങളിത് ഉരിഞ്ഞു ഭക്ഷിക്കുവിൻ എന്നും പറഞ്ഞ് ആ വാഴക്കൊല പൊക്കിപ്പിടിക്കാം. ഭർത്താവ് ഇവിടുന്ന് കോഴഞ്ചേരിയിൽ നിന്ന് തിരുവല്ല വരെ പോയിട്ട് വരുമ്പം ഭർത്താവിന് പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 34 കിലോമീറ്റർ ഞാൻ യാത്ര ചെയ്തിരിക്കുന്നു, രേഖയായിട്ട് ബസ്സിന്റെ ടിക്കറ്റ്. അതേസമയം അവന്റെ ഭാര്യ 40 കിലോമീറ്റർ യാത്ര ചെയ്തു. അവൾ യാത്ര ചെയ്തത് തിരുവല്ല കോഴഞ്ചേരി അല്ലെ കോഴഞ്ചേരി റാന്നി റൂട്ടിലല്ല. അവൾ യാത്ര ചെയ്തതിന് ടിക്കറ്റ് എഴുതാൻ അയൽപക്കത്തെങ്ങും കണ്ടക്ടർമാർ ഇല്ലാതെ പോയി. അവൾ യാത്ര ചെയ്ത റൂട്ട് അടുക്കള പന്നിവേലി, പന്നിവേലി കോഴിക്കോട്, കോഴിക്കോട് ആട്ടുംകൂട്, ആട്ടുംകൂട് തെങ്ങുംമൂട്, തെങ്ങുംമൂട് റബ്ബറിൻചോട്. ഇങ്ങനെ നടക്കുക. വെട്ടം വീണ പാതിരാത്രി വരെ നീളുന്ന പണി. ആർക്കെങ്കിലും രോഗമാണോ, രാത്രി കൂടെ ഉറങ്ങാൻ പറ്റത്തില്ല. അവസാനം ചൂണ്ടിക്കാണിക്കാതെ കുറെ ഒഴിഞ്ഞ ചട്ടിയും തവിയും കലവും മാത്രം. അവിടെ ആണുങ്ങൾ നല്ല വാക്ക് പറയണം. ഭാര്യ എന്തെങ്കിലും ചെയ്യുമ്പം നല്ല വാക്ക് പറയണം. ഭാര്യ പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ, എൻ്റെ എടി നീ ഇല്ലാത്ത വീട് ഒരു മോർച്ചറി പോലെ, നീ വന്നപ്പോഴാ അനക്കം വന്നത്. ചെല്ലു നേരെ ക്രൂരതയോടെ പറയും, നീ ഇല്ലാത്ത വീട് ശവക്കോട്ട പോലെ, നീ വന്നപ്പോഴാ ശവം വന്ന് കയറിയത്. ആ രീതിയിൽ സംസാരിക്കരുത്, നല്ല വാക്ക് പറയണം. ഭാര്യ 1-ാം തരം കണ്ണിമാങ്ങ അച്ചാറിട്ടു, ചില്ലുഭരണിയിൽ മുഴുത്ത സ്പൂണ് വിട്ട് കൊടുത്തു, കഴിക്ക് മനുഷ്യ. എന്നാടിയത്? കണ്ണിമാങ്ങ അച്ചാർ. കണ്ണിമാങ്ങ അച്ചാർ കയ്യിലോട്ട് കോരി ഒഴിച്ചു, മാങ്ങ കടിച്ചു തിന്നു, അരപ്പും നീട്ടി നോക്കി. ഇതാണോടി ഈ കണ്ണിമാങ്ങ അച്ചാർ? ആട്ടും കാഷ്ടം അരപ്പ് വീണ പോലെ ഉണ്ടല്ലോ. എടി, അച്ചാർ എന്ന് പറഞ്ഞാൽ അയൽവക്കത്തെ അമ്മിണിയുടെ അച്ചാർ, അതാണ് അച്ചാർ. ഇത്രയും പറഞ്ഞോ, ആണുങ്ങളുടെ കഥ കഴിഞ്ഞു. അടുത്ത ഞായറാഴ്ച ഭാര്യ 1-ാം തരം പോത്തിറച്ചി ഒലത്തി നികന്ന പാത്രത്തിൽ നിരത്തി വിളമ്പി തന്നൊരു, ദേ ഞാനെഴുതിയ പോത്തിറച്ചിയാകട്ടോ, അമ്മിണിയുടെ ഒലത്ത് പോലെ ഒത്തോന്ന് അറിയത്തില്ല, വേണേ KTH പോകാൻ പറയും. ഇതാണ് കുടുംബത്തിൽ സംഭവിക്കുക.
അപ്പം മനസ്സിലാക്കുന്ന രീതി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന് വിളിക്കുന്ന വാക്ക് വിജ്ഞാനം, അടിസ്ഥാനപരമായി വിജ്ഞാനം. അപ്പം വിജ്ഞാനം. 2 വിശുദ്ധി. എന്താണ് വിശുദ്ധി? വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവേ പാടുള്ളൂ, ഒരു പുരുഷന് ഒരു ഭാര്യയെ പാടുള്ളൂ. ഇന്ന് കോഴഞ്ചേരി പ്രദേശത്ത് പല ആണുങ്ങൾക്കും 2 ഭാര്യമാർ വീതം ഉണ്ടെന്നാണ് തിരുവല്ലായിലും മറ്റും പറയുക. ഇവിടുത്തെ പല പെണ്ണുങ്ങൾക്കും 2 കെട്ടിയന്മാരുണ്ടെന്ന് റാന്നി ഭാഗത്തും ഒരു സംസാര വിഷയമുണ്ട്. എന്തായത്? പാവനയിലെ ജീവിത പങ്കാളിയും ദൈവം തന്ന പങ്കാളിയും, അതാണ് 2 എണ്ണം. പാവനയിലൊന്ന്, ദൈവം തന്ന മറ്റൊന്ന്. പുരുഷന് കല്യാണത്തിന് മുമ്പ് ആഗ്രഹം, ഞാൻ കെട്ടുന്ന പെണ്ണിന് ചപ്പാത്തി ഉണ്ടാക്കാൻ കഴിവ് വേണം. പക്ഷെ ദൈവം തമ്പുരാൻ തന്നത് ചമ്മന്തി ഇടിക്കാൻ പോലും അറിയത്തില്ലാത്ത ഒരെണ്ണം. കിട്ടിയതിനെ സ്വീകരിക്കണം, ഭാവനയിലുള്ളതിനെ ഉപേക്ഷിക്കണം. പെണ്ണുങ്ങൾക്ക് സ്വപ്നം, ഞാൻ കെട്ടുന്ന പുരുഷൻ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നവനാകണം. ദൈവം തന്നവനോ സാധാരണ സൈക്കിൾ കാണുമ്പം ബോധം കെട്ട് വീഴുന്നവൻ. അവൾ ആഗ്രഹിച്ചു കട്ടിമീശ ഉള്ളവനെ, കിട്ടിയതോ ഒറ്റ മീശ പോലും ഇല്ലാത്തവന്. ഭാവനയിൽ ഉള്ളതിനെ കൊല്ലുക, ദൈവം തന്നതിനെ 2 കൈ നീട്ടി സ്വീകരിക്കുക. ഒരു ജീവിതാംശത്തിൽ പ്രവേശിച്ചിട്ട് മറ്റൊന്നിനെ കുറിച്ച് ഓർക്കാതിരിക്കുക. ഒരു വണ്ടിയിൽ കയറിയിട്ട് മറ്റൊരു വണ്ടിയെക്കുറിച്ച് ഓർക്കാതിരിക്കുക. ഞാൻ തിരുവല്ലായിൽ നിൽക്കുന്നു, എനിക്ക് തിരുവനന്തപുരത്തിനും പോകണം, അതേസമയം മൂവാറ്റുപുഴയ്ക്കും പോകണം. ആദ്യം കിട്ടുന്ന വണ്ടിക്ക് പോകാം, മൂവാറ്റുപുഴ വണ്ടി. അതിൽ കയറി ഇരിക്കുമ്പോൾ ഞാൻ ഓർക്കും, തിരുവനന്തപുരം വണ്ടിയെ കയറിയായിരുന്നെങ്കിൽ കല്ലിശ്ശേരി കാണാമായിരുന്നു, ചെങ്ങന്നൂർ കാണാമായിരുന്നു, പന്തളം അടൂര്, കൊട്ടാരക്കര ആയൂര്, വെഞ്ഞാറമൂട്, കിളിമാനൂർ, വട്ടപ്പാറ, അങ്ങനെ തിരുവനന്തപുരം വരെ കാണാമെന്ന് ഓർക്കരുത്. ഞാൻ മൂവാറ്റുപുഴ വണ്ടിയെ കയറി ഇരിക്കുമ്പം ആസ്വദിക്കണം, സാവധാനം ഇങ്ങനെ ചങ്ങനാശ്ശേരി, ചിങ്ങമനം, കോട്ടയം, ഏറ്റുമാനൂര്, കൂത്താട്ടുകുളം, അങ്ങനെ മൂവാറ്റുപുഴ വരെ ഞാൻ ആസ്വദിക്കാൻ പഠിക്കണം. ഞാൻ പൗരോഹിത്യത്തിൻ്റെ വണ്ടിയെ കയറിയിട്ട് വർഷം 22ആയി. ഈ വണ്ടിയിലിരുന്ന് ഓർക്കുക, കല്യാണത്തിൻ്റെ വണ്ടിയായിരുന്നു കുറെ കൂടെ മെച്ചപ്പെട്ട വണ്ടി. കോഴി കണ്ടേനെയും കൊക്കോ കണ്ടേനെയും ആട് കണ്ടേനെയും വീട് കണ്ടേനെയും ഞാൻ ഓർക്കരുത്. ഞാൻ എന്ത് തിരഞ്ഞെടുത്തോ അതിൽ ഞാൻ വിശ്വസതയോടെ ജീവിക്കണം. അതാണ് വിശുദ്ധി. ഇപ്പം എൻ്റെ ജീവിതാന്തസ് തെറ്റിപ്പോയെന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച 3 മക്കളുടെ അപ്പൻ്റെ കത്ത്, പൊന്നി ജോസഫ് അച്ഛ, അപ്പനായവരെ അച്ഛനാക്കുന്ന സഭ വല്ലതുണ്ടോ? അവൻ്റെ ജീവിതം മടുത്തു. എവിടെയാണോ അവിടെ സന്തോഷത്തോടെ. ഒരു മനുഷ്യൻ ചോദിച്ചു എന്നോട്, അച്ഛനായി കഴിഞ്ഞ് അച്ഛൻ എന്നേലും കല്യാണം കഴിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഓവ് എന്നാണ്. 3 മാസം മുമ്പ് ധ്യാനപ്രസം കഴിഞ്ഞ് മടുത്തു വന്ന് തുണി അലക്കി എൻ്റെ വലുതയുടെ ഒരം പറഞ്ഞു പോയപ്പോൾ ഞാൻ ഓർത്തു, ഒരു ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ അലക്കി കിട്ടിയനല്ലോ എന്ന് ഞാൻ ഓർത്തുപോയി. ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു, പൊന്നും അച്ഛ, ഇനി മേലിൽ അങ്ങനെ ഓർത്തേക്കരുത്. അതന്നെ എൻ്റെ അച്ഛ, എൻ്റെ വെമ്പറം നോത്തി അവിടെ സകലമാന തുണി ഇന്നും എന്നെ കൊണ്ട് അച്ഛ അവൾ അലക്കിപ്പിക്കുന്നത്. അപ്പൊ എവിടെയാണോ അവിടെ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുക. സഭയുടെ ബാവ ഒരു പ്രഖ്യാപനം തരുന്നു. 2015 ജനുവരി 1 മുതൽ കുടുംബവർഷത്തിൽ അവർ ഒന്നാകുന്നു എന്ന് ചിന്തിച്ചതിന്റെ വെളിച്ചത്തിൽ ജനുവരി 1-ാം തീയതി സഭയിൽ ബാബയുടെ ഒരു അറിയിപ്പ് വരുന്നു. ആ അറിയിപ്പ് ഇതാണ്: 2014 വർഷങ്ങളിലെ നിയമം മാറ്റുന്നു. 2015 ജനുവരി 1 മുതൽ ഒരു പുതിയ നിയമം. എന്താ നിയമം? ഒരിക്കൽ മാത്രം ഇപ്പോൾ നിങ്ങൾക്കുള്ള ഭർത്താവിനെ മാറ്റി ഇഷ്ടമുള്ള പുതിയ ഒരു ഭർത്താവിനെ എടുക്കാം. ഒരിക്കൽ മാത്രം ഇപ്പോൾ നിങ്ങൾക്കുള്ള ഭാര്യയെ മാറ്റി ജനുവരി 1 മുതൽ ഒരു പുതിയ ഭാര്യയെ എടുക്കാം. അങ്ങ് പുറകിൽ തൂണുകൾക്കിടയിൽ നിന്നും എന്നെ കാണാൻ മേലാത്ത ഒരു സഹോദരൻ തലപൊക്കി പ്രതീക്ഷയോടെ നോക്കുന്നു. സത്യമാണോ അച്ഛാ? ഇത് ബാബ പറയുന്നതാണോ അത് അച്ഛൻ വെറുതെ പറയുന്നതാണോ? ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, ഓർത്താ മതി. അപ്പം ഇങ്ങനെ ഒരു കാര്യം ഇവിടെ അനൗൺസ് ചെയ്താൽ എന്തായിരിക്കും ഈ പന്തലിലെ പ്രതികരണം? പന്തോക്കുസ്താ ദിവസം സെഗിയോൻ മാളികയിലുണ്ടായ കൊടുങ്കാറ്റിന്റെ വലിയ എരപ്പ് ഇവിടെ കേൾക്കാം. ഹാവൂ, രക്ഷപ്പെട്ടു. 100-ൽ 60 പേര് ഓർക്കും മാറ്റിയെടുക്കാവല്ലോ. 20% പേര് പറയും ഒരിക്കൽ പെട്ടുപോയി, ഇനി ഈ പണിക്ക് ഇല്ലേ ഇല്ല. 10% പേര് പറയും ഇപ്പോൾ ഉള്ളത് ഉഗ്രം കിട്ടിയാൽ ഊറ്റം ഭാര്യ, വേറെ ഒന്നും വേണ്ടേ വേണ്ട. അവസാനത്തെ 10% പേര് പറയും നോക്കട്ടെ, എല്ലാവരും മാറിയാൽ ഞാനും മാറും, ആരും മാറിയില്ലേ ഞാനും മാറുകയില്ല. ഇപ്പം വിശുദ്ധി എന്ന് പറയുന്നത് കിട്ടിയ പങ്കാളിയോടൊപ്പം മരണം വരെ സന്തോഷത്തിൽ, മറ്റൊരു ചിന്തയില്ലാത്ത ജീവിതം, അത് വിശുദ്ധി. 1 വിജ്ഞാനം, 2 വിശുദ്ധി, 3 വിവേകം. കുടുംബത്തിൽ വിവേകം വേണം. എന്താണ് വിവേകം? വിവേകമില്ലാത്ത വാക്ക് ഒരിക്കലും പറയരുത്. ഭർത്താവിൻ്റെ വില കുറയ്ക്കുന്ന വർത്തമാനം ഭാര്യ പറയരുത്. ഭാര്യയെ വില കുറയ്ക്കുന്ന വർത്തമാനം ഭർത്താവ് പറയരുത്. വായിൽ നിന്ന് പോയ വാക്കും കയ്യിൽ നിന്ന് പോയ കല്ലും
തിരിച്ചു പിടിക്കാൻ പറ്റുകയില്ല. എപ്പോഴും ഭാര്യയുടെ മാതാപിതാക്കളെയും ആങ്ങളമാരെയും സഹോദരന്മാരെയും താഴ്ത്തി സംസാരിക്കുന്ന ഭർത്താവ് വിവേകമില്ലാത്ത കെട്ടിയവനാണ്. എപ്പോഴും ഭർത്താവിൻ്റെ വീട്ടുകാരെയും പെങ്ങന്മാരെയും സഹോദരന്മാരെയും താഴ്ത്തി പറയുന്ന ഭാര്യ വിവേകമില്ലാത്ത ഭാര്യയാണ്. സ്വന്തം മക്കളുടെ കേക്ക് ഭാര്യയെ താഴ്ത്തുന്ന ഭർത്താവ് വിവേകമില്ലാത്തവൻ. മക്കളുടെ മുമ്പിൽ ഭർത്താവിനെ പുച്ഛിക്കുന്ന ഭാര്യ വിവേകമില്ലാത്തവൾ. ഭർത്താവിനെ വളർത്തുന്ന വാക്ക് ഭാര്യ പറയണം, ഭാര്യയെ വളർത്തുന്ന വാക്ക് ഭർത്താവ് പറയണം. ഉദാഹരണം, ഭർത്താവിൻ്റെ പേര് ടോം. ടോം ടോം എന്ന് കേട്ടാൽ അവൻ അരിശം. ടോം കുട്ട ടോം കുട്ട എന്ന് വിളിച്ചാൽ അവന് സന്തോഷം. അങ്ങനെയെങ്കിൽ ടോം കുട്ട എന്ന് മാത്രം വിളിക്കുന്നതാണ് വിവേകമുള്ള ഭാര്യ. ഭർത്താവിന് ഏറ്റവും ഇഷ്ടമാണ് കോഴിക്കറി വെക്കുമ്പം 3/4 വേവായ കോഴിക്കാൽ എരിവും ചൂടുമുള്ള ചാറിയുന്നെടുത്ത് കറുമുറ കടിച്ചു തിന്നുന്നത്. ഇനിമേൽ കോഴിക്കറി വെക്കുമ്പോൾ 3/4 വേവായ കോഴിക്കാൽ എരിവും ചൂടുമുള്ള ചാറിൽ വെച്ചിട്ട് ചേട്ടാ കടിക്ക് കോഴിയുടെ കാല് എന്നും പറഞ്ഞ് നീട്ടിപ്പിടിച്ചു കൊടുക്കുന്ന ഭാര്യ വിവേകമുള്ള ഭാര്യ. എൻ്റെ ഭർത്താവിന് ഒരു കണ്ണ് അല്പം അടഞ്ഞ കണ്ണ്, ആ കണ്ണിനെ കുറിച്ച് കേട്ടാൽ അവൻ അരിശമാണ്. പക്ഷെ ഭാര്യ അരിശം വരുമ്പോൾ വജ്രായുധം പോലെ വിളിക്കുന്ന വാക്ക് കൊച്ചരക്കണ്ണ കോങ്കണ്ണ, കൊച്ചരക്കണ്ണ കോങ്കണ്ണ. വിവേകമില്ലാത്ത ഭാര്യയാണ്. ഭർത്താവും ഭാര്യയും കൂടെ ഒരാഴ്ച പിണങ്ങിയിരുന്നു. ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ഭാര്യ പോകുമ്പോൾ ഭർത്താവ് സാവധാനം ചെന്ന് ചോദിച്ചു, നീ പള്ളിയിൽ പോവാണോടി? അല്ല, നരകത്തിൽ പോവാ. താൻ കൂട്ടത്തിൽ പോരുന്നു. അവൻ അരിശം നില്ലടി, എനിക്ക് നല്ല തിരക്കാ, അവിടെ ചെല്ലുമ്പം നിന്റെ അപ്പനോട് എൻ്റെ അന്വേഷണം പറഞ്ഞാൽ മതി. ഇങ്ങനെയാണ് ബന്ധങ്ങളും മറ്റും മുറിയുക. അപ്പം വിവേകമില്ലാത്ത വാക്കുകൾ ഒരിക്കലും പറയരുത്. ഭർത്താവ് ഒരു നീല പാൻസ് ഇട്ടു, ചുമന്ന ഷർട്ട് വിട്ടു, കഴുത്തിൽ മഫ്ലറും ചുറ്റി ഭാര്യയുടെ മുമ്പിൽ വന്നു. എങ്ങനെ ഉണ്ടടി എന്നെ കണ്ടാൽ? പ്രതീക്ഷിച്ച മറുപടി, ചേട്ടനെ കണ്ട ഷാരൂഖ് ഖാനെ പോലെ ഇരിക്കുമെന്നാണ്. അവൻ എടുത്തുവെച്ചതുപോലെ അവൾ, ഓ കേമമായിരിക്കുന്നു, റെയിൽവേയിൽ ചരക്ക് ചുമക്കുന്ന പോട്ടറെ പോലെ ഉണ്ടല്ലോ. അവൻ പറഞ്ഞു, സത്യവാടി, അത് തന്നെ നീ പറയണം. 22 വർഷമായിട്ട് ഒരു മുടിഞ്ഞ ചരക്കിനെ ഞാൻ ചുമന്നുകൊണ്ടിരിക്കുകയല്ലേ, നീ തന്നെ വേണമെന്ന് പറയാൻ. അപ്പം പാഴ്വാക്കുകൾ പറയരുത്, വിവേകം വേണം. എൻ്റെ ഭാര്യയുടെ പേര് മറിയ. മറിയ എന്ന് കേട്ടാൽ അവൾക്ക് ചൊറിയും. മറിയാമ്മ എന്ന് വിളിച്ചാൽ ഇക്കിളി എടുക്കും. എങ്കിൽ അങ്ങനെ വിളിക്കാവും. ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് പരിപ്പ് വടയും പാളയംകോടൻ പഴവും. വിവാഹ വാർഷികത്തിലും കുഞ്ഞുങ്ങളുടെ ജന്മദിനത്തിലും 5-6 വടയും പഴവും കൂടെ ഒരു കടലാസിൽ പോഞ്ഞിട്ട് മോളെ മറിയാമ്മയെ കടിക്കടി വടാ പഴം പൊതി എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഭർത്താവ് വിവേകമുള്ള ഭർത്താവ്. ഒരു സ്ഥലത്ത് ഞാൻ ധ്യാനത്തിൽ പറഞ്ഞു, നല്ല ഭർത്താക്കന്മാർക്ക് ഭാര്യയെ നേടണമെങ്കിൽ പേരിനോട് ചേർത്ത് മോളെ മോളെ എന്ന് വിളിക്കുക. എത്ര പ്രായമായാലും അത് പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാ. ജെസിയാണോ ജെസി മോളെ, ടെസിയാണോ ടെസി മോളെ, ജാസ്മിനാണോ ജാസ്മിൻ മോളെ, ലൂസിയാണോ ലൂസി മോളെ, മോളിയാണോ മോളുടെ മോളെ. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അത് പെണ്ണുങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് ഞാനിത് പറഞ്ഞപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞാ പ്രത്യേക ധ്യാനമൊന്നും കൂടണ്ട, കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ ഭർത്താവ് എന്നെ മോളെ മോളെ എന്ന് വിളിക്കും. പക്ഷെ അച്ഛാ ആരംഭത്തിൽ വേറെ ഏതാണ്ട് പൂരിപ്പിച്ചിട്ട് അവസാനമാണ് ഈ മോളെ എന്നുള്ള വിളി വരിക. ഇപ്പം വിവേകമുള്ള വാക്കുകളെ പറയാവൂ, വിവേകമില്ലാത്ത വാക്ക് പറയരുത്. ഇനി സ്വന്തം ഭാര്യയുടെ ശരീര സൗന്ദര്യം എത്ര ചോർന്നു പോയാലും പറയണം, എൻ്റെ ഏടി നീ എന്നാ പറഞ്ഞാലും നിന്നെ കണ്ടാൽ ഇപ്പോഴും പ്രിയങ്ക ചോപ്രയെ പോലെ ഇരിക്കുന്നല്ലോ. ചില ആണുങ്ങൾ ഉള്ളതങ്ങ് പറയും, എൻ്റെ ഏടി അയൽവക്കത്തെ സൂസി 3 പെറ്റിട്ടും മുഖത്ത് നല്ല മിനുസം, ദേഹത്ത് നല്ല തുടിപ്പ്, നീ 1 പെട്ടപ്പോൾ ആഫീസ് പൂട്ടിപ്പോയല്ലോ. ഇങ്ങനെ പറഞ്ഞു ബന്ധം മുറിഞ്ഞു. ഭാര്യ ഭർത്താവിനെ സംശയിക്കാൻ ഇടയാവും. ഇവിടെയാണ് വിവേകമില്ലാത്ത വാക്കുകൾ പറയല്, വിവേകമുള്ള വാക്കുകളെ പറയാവൂ. ഇപ്പോൾ 1 വിജ്ഞാനം, 2 വിശുദ്ധി, 3 വിവേകം, 4 വിധേയത്വം. കുടുംബത്തിൽ ഒരു വിധേയത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ വിധേയത്വം ഇല്ലെങ്കിലാണ് ബന്ധങ്ങൾ തകരുക. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ കുടുംബബന്ധം തകർന്നത് സ്ത്രീകളുടെ വിധേയത്വം പൂർണ്ണമായി നഷ്ടപ്പെട്ടപ്പോഴാണ്. പണ്ട് നമുക്കറിയാം, കള്ളുകുടിയമനായ ഭർത്താവ്, ക്രൂരനായ ഭർത്താവിൻ്റെ ദേഹത്തുള്ള ഉപദ്രവം, മാനസിക പീഡനം, അതിൻ്റെയൊക്കെ പേരിലാണ് ഡൈവോഴ്സുകൾ വർദ്ധിച്ചത് എന്ന് വരിയിൽ ഇന്ന് നമ്മൾ കാണുന്നത് ശമ്പളം കൂടിയ പെണ്ണുങ്ങൾ ഭർത്താവിനെ പുച്ഛിച്ചിട്ട് കേസ് കൊടുത്ത് വിരിയുന്ന കേസുകൾ ധാരാളം. 2012 ജനുവരി 1-ാം തീയതി കൊല്ലം ജില്ലാ ജഡ്ജിയായ രാജൻ സാറ് ഹൈക്കോടതി ജഡ്ജിയായിട്ട് പോയപ്പോൾ അഡ്വക്കേറ്റ് സാർ കോടതിയിൽ നിന്നും യാത്രാ സന്ദേശത്തിന് എന്നെയാണ് വിളിച്ചത്. പ്രസംഗം കഴിഞ്ഞ് ഇപ്പോഴത്തെ ഹൈക്കോടതി ജഡ്ജിയായ രാജൻ സാറ് പറഞ്ഞു, അച്ഛാ 2011 അവസാനം കൊല്ലം ജില്ലയിൽ വിവാഹമോചനത്തിൻ്റെ കേസുകൾ ക്ലോസ് ചെയ്യുമ്പോൾ കരുനാഗപ്പള്ളി താലൂക്കിൽ നിന്ന് 1107 ഡൈവോഴ്സ് കേസുകളാണ് കോടതിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അപ്പം ഇന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്.
വിധേയത്വം വളരെ കുറഞ്ഞു പോകുന്നു. ഒരിക്കൽ ഞാൻ ലണ്ടനിൽ ഇങ്ങനെ ധ്യാനിപ്പിക്കുമ്പോൾ അവിടുത്തെ മാതാമ തള്ള പറഞ്ഞു, അച്ഛാ, നിങ്ങളെപ്പോലെ അന്തസ്സുള്ള കുടുംബമായിരുന്നു 955 വരെ ഇംഗ്ലണ്ടിലെ ഞങ്ങളുടെ കുടുംബങ്ങൾ. പക്ഷേ ഞങ്ങളുടെ പെണ്ണുങ്ങൾ ധിക്കാരികളായി ആണുങ്ങളെ ഭരിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ തകർന്നുപോയി. ഒരു കാര്യം പ്രിയപ്പെട്ട സഹോദരിമാരെ ഓർക്കണം, നമ്മുടെ പഴയകാല അമ്മച്ചിമാര് ക്രൂരനായ ഭർത്താക്കന്മാരോടും ഒരുപാട് വിധേയത്വം കാണിച്ചു. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇത്രയും പിടിച്ചിരുന്നത്. ഇന്നത്തേതുപോലെ ഡൈവോഴ്സിനോടുന്ന രീതികളും സഹനശക്തി ഇല്ലായ്മ അന്നില്ല, പിടിച്ചു നിന്നു. ആ വിധേയത്വമാ ക്രൈസ്തവ കുടുംബങ്ങൾക്ക് ബലവും ശക്തിയും പ്രദാനം ചെയ്തത്. ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് പെണ്ണുങ്ങൾക്ക് വിധേയത്വം കുറഞ്ഞു വരും. ഞാൻ പള്ളിയിൽ ധ്യാനിപ്പിച്ചപ്പോൾ ഒരു കൊച്ചുകുട്ടി എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛ, എൻ്റെ അമ്മ 5 വർഷം മുമ്പ് വരെ എൻ്റെ അമ്മ നല്ല അമ്മയായിരുന്നു, പക്ഷെ ഇന്ന് എൻ്റെ അമ്മയ്ക്ക് ഒരു വലിയ മാറ്റം വന്നിരിക്കുന്നു. എന്നാ പറ്റി? ഇന്ന് അമ്മ ചെറിയ തെറിവർത്താനം പറയും, TV ചാനൽ മാത്രം മതി, അപ്പനോടും മറ്റുമൊക്കെ ആവശ്യമില്ലാത്ത വർത്തമാനം അമ്മ പറയുന്നത് കേൾക്കാം. എന്നാ പറ്റിയതാടാ? അപ്പൻ പറയുന്നത് കേട്ട അമ്മ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയപ്പോൾ മുതലാണ് ഈ മാറ്റം അമ്മയ്ക്ക് വന്നിരിക്കുന്നത്. 165 രൂപയും കിട്ടും, കുറ്റി പറഞ്ഞമ്മയുടെ പുളിച്ച വർത്താനവും കേൾക്കും. എന്നിട്ട് വന്നത് ഭർത്താവിനോടും മക്കളോടും വീട്ടിൽ പ്രയോഗിക്കുക, പിന്നെ TV യും കണ്ട് ഒറ്റ ആസ്വാദ്യത. ഇങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്, അവിടെ ബന്ധങ്ങൾ തകരുന്നതാണ്. അങ്ങനെയുള്ള ചില കേസുകൾ ഫാമിലി കൗൺസിലിംഗ് ഞാൻ തന്നെ ഡീൽ ചെയ്തിട്ടുണ്ട്. പച്ചയായ ഇങ്ങനെയുള്ള കുടുംബ ബന്ധങ്ങൾ. ഇപ്പം ഇവിടെയാണ് നമ്മൾ പറയുക, വിധേയത്വം വളരെ ആവശ്യമാണ്. പണ്ട് കാലത്ത് പെണ്ണുങ്ങൾക്ക് ആണുങ്ങളോടൊരു വിധേയത്വമുണ്ട്. ആ വിധേയത്വം കുടുംബത്തെ ബലപ്പെടുത്തി. പെമ്മക്കൾ അത് കണ്ടുപഠിച്ചു. പിന്നീട് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ആണുങ്ങൾ കണ്ടുപഠിച്ച് പിന്നീടുള്ള കുടുംബജീവിതത്തിൽ അത് നമുക്ക് നഷ്ടപ്പെട്ടു വരുന്നു. ഒരുത്തൻ മനഃശാസ്ത്രജ്ഞനെ സമീപിച്ച് പറഞ്ഞു, സാർ, എനിക്ക് എൻ്റെ ഭാര്യയെ കാണുമ്പോൾ പേടിയാണ്, ദേഹം മുഴുവൻ തരിക്കുന്ന പോലെ അടിമുടി ഒരു തരിപ്പ് കയറുന്ന പോലെ എനിക്ക് എൻ്റെ ഭാര്യയെ പേടിയാണ്. അപ്പം മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു, അങ്ങനെ പേടിക്കാനൊന്നുമില്ല, അഭിനയിക്കാൻ പഠിക്കണം. 2 പേർക്ക് അടിച്ചതുപോലെ അഭിനയിക്കുക, മുണ്ട് മടക്കി കുത്തുക, തലകെട്ട് ശരിക്കും കെട്ടുക, വീടിന് ഗേറ്റിങ് ചെന്ന് പറയുക, പുല്ലാണേ പുല്ലാണേ ഭാര്യ എനിക്ക് പുല്ലാണ് എന്ന് പറയാൻ പറഞ്ഞു. ഇയാൾ ഗേറ്റിംഗ് പോകും. അവിടെ വന്ന മനുഷ്യൻ പൂസായതുപോലെ അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു, പുല്ലാണേ പുല്ലാണ്. 2 പ്രാവശ്യം കേട്ടപ്പം ഭാര്യ പുറത്തേക്ക് ഇറങ്ങി വന്നു, കയ്യിൽ ചെലവയും ചൂലുമായിട്ട്. എന്നാടോ താൻ പറഞ്ഞെന്ന് ചോദിച്ചു. അവൻ്റെ സകല ശക്തിയും ചോർന്നുപോയി. അവൻ പറഞ്ഞു, പുല്ലാണേ പുല്ലാണേ, ഈ മുറ്റം നിറയെ പുല്ലാണേ എന്നും പറഞ്ഞു അവിടെ കുത്തിയിരുന്ന് പറിക്കാൻ തുടങ്ങി. ഇന്ന് പലപ്പോഴും കുടുംബത്തിൽ സംഭവിക്കുന്ന ഒരു വിപത്താണിത്. 500 ഭർത്താക്കന്മാർക്ക് മനഃശാസ്ത്രജ്ഞൻ ക്ലാസ് എടുക്കുന്നു. മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു, പണ്ട് ആണുങ്ങളെ പേടിയുള്ള പെണ്ണുങ്ങളുണ്ട്, ഇന്ന് പെണ്ണുങ്ങൾ പറയുന്നത് അതുപോലെ കേൾക്കുന്ന ആണുങ്ങളാണ്. ഞാനെന്ന് ചോദിക്കട്ടെ, ഭാര്യമാര് പറയുന്നത് അതുപോലെ കേൾക്കുന്ന ആണുങ്ങളുണ്ടെങ്കിൽ എൻ്റെ അടുക്കിലേക്ക് ഒന്ന് വരാൻ പറഞ്ഞു. 499 പേരും റോക്കറ്റ് വേഗത്തിൽ ഓടി വന്ന് ഇയാളെ അടുത്തും വലുത്തുന്നു. ഒരുത്തനും കാലും കെറ്റി വെച്ച് കുലുങ്ങി ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പം മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഒരാളെങ്കിലും ഉണ്ടല്ലോ സ്വന്തം തീരുമാനമുള്ളയാൾ. ഭാര്യമാര് പറയുന്നത് അതുപോലെ കേൾക്കുന്നവർ വരാൻ പറഞ്ഞപ്പം നീ മാത്രം വന്നില്ലല്ലോ, നിന്റെ പോളിസി എന്താണെന്ന് ഇവന്മാരോട് ഒന്ന് പറഞ്ഞു കൊടുക്കണം. അവന്, പൊന്നു സാറേ, പ്രത്യേക പോളിസിയൊന്നുമില്ല, ഞാൻ വീട്ടിൽ നിന്ന് പോരാൻ നേരത്തും എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, പല അവന്മാരും അങ്ങോട്ട് വാ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിക്കും, അനങ്ങിപ്പോയേക്കരുത്, അവിടെ തന്നെ ഇരുന്നോണമെന്നാണ് പറഞ്ഞത്, അതാ ഞാൻ വരാതെ ഇവിടെ തന്നെ ഇരുന്നത്. അപ്പോൾ അന്ധമായ ഒരു വിധേയത്വം വരുമ്പോഴാണ് കുടുംബബന്ധത്തിന് ബലം ചോർന്നു പോവുക. 5 വീണ്ടെടുപ്പ്. 1 കൊറിന്ത്യർ 7-ാം അധ്യായം 14-ാം വാക്യം. അവിടെയാണ് നമ്മൾ വായിക്കുക. പൗലോസ്ലീഹ കുറിക്കുകയാണ്. 1 കൊറിന്ത്യർ 7-ാം അധ്യായം 14-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നു, ഒരു ഭർത്താവ് ഭാര്യ മൂലം വീണ്ടെടുക്കപ്പെടുന്നു, ഒരു ഭാര്യ ഭർത്താവ് മൂലം വീണ്ടെടുക്കപ്പെടണം. വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഭർത്താവിനെ ഭാര്യയെ ഏൽപ്പിച്ചത്, ഭാര്യയെ ഭർത്താവിനെ ഏൽപ്പിച്ചത് ഒരു വീണ്ടെടുക്കലിന് വേണ്ടിയിട്ടാണ്. ഭർത്താവിൻ്റെ കുറവ് ഭാര്യ പരിഹരിക്കണം, ഭാര്യയുടെ കുറവ് ഭർത്താവ് പരിഹരിക്കണം. അതല്ലേ സൃഷ്ടിയുടെ പ്രത്യേകത. പള്ളിയിൽ പോകാൻ മടിയുള്ളവന് പള്ളിയിൽ നിന്ന് ഇറങ്ങാത്തവളെ ദൈവം ഭാര്യയായിട്ട് കൊടുക്കും. വേദപുസ്തകം കൈകൊണ്ട് തൊടാത്തവന് ബൈബിൾ താഴെ വെക്കാത്തവളെ ദൈവം കൊടുക്കും. അന്താരാഷ്ട്ര പിശുക്കന് ഇന്റർനാഷണൽ ദൂർത്തടികാരിയെ ദൈവം കൊടുക്കും. ഞെളിഞ്ഞു നടക്കുന്നവന് കുനിഞ്ഞു നടക്കുന്ന ഭാര്യയെ കൊടുക്കും. പ്രത്യേകതയാണിത്, വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. ആണുങ്ങൾക്ക് സ്വഭാവത്താലെ പ്രാർത്ഥന ബോർ. സിറ്റി പോയി രാത്രി വീട്ടിൽ വരുന്ന ഭർത്താവിൻ്റെ ചോദ്യം, പ്രാർത്ഥന കഴിഞ്ഞോടി?
ഇല്ലേ കക്ഷി ഒന്നുകൂടെ ടൗണിൽ പോകാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. ഭാര്യയാണല്ലോ എന്തേലും പ്രാർത്ഥിച്ചാലും പോരാ. ആണുങ്ങൾക്ക് തൊലിക്കെട്ടി കൂടുതൽ, പെണ്ണുങ്ങൾക്ക് തൊലിക്കെട്ടി കുറവ്. ആണുങ്ങൾക്ക് ഷെയ്ക്ക് കൊടുത്തോ കമ്പിപ്പാരയിലോ കാപ്പിക്കമ്പോലോ പിടിച്ച പോലെ പറവറ പാറപ്പുറം പോലെ വല്ലാത്ത കെട്ടി. പക്ഷെ പെണ്ണുങ്ങൾക്ക് ഷെയ്ക്ക് കൊടുത്താൽ ബണ്ണയിലോ മോഡേൺ ബ്രെഡിലോ പിടിച്ച പോലെ നല്ല മയം. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ കരയുമ്പോൾ അപ്പനെടുത്തോ കൊച്ച് വലിയ വായിലേക്ക് ആറാൻ തുടങ്ങും, സർവകല്ലെ മുട്ടിയ പോലെ മയിൽക്കുറ്റിയെ തട്ടിയ പോലെ. പക്ഷെ അമ്മ എടുക്കുമ്പോൾ കൊച്ച് കരച്ചിൽ നിർത്തും, ഡ്യൂറോഫ്ലക്സ് ഡള്ളമെത്തിക്കിട്ട് മുട്ടിയ പോലെ ഒരു നല്ല മയം. ഇനി മനക്കെട്ടി ആണുങ്ങൾക്ക് കൂടുതൽ, പെണ്ണുങ്ങൾക്ക് കുറവ്. രാത്രി 11 മണിക്ക് വീട്ടിൽ ഒരു അനക്കം കേട്ടോ, ഭർത്താവ് ടോർച്ചും ചൂരലും കൂടി ചെല്ലും, ഭാര്യ വട്ടം കെട്ടിപ്പിടിക്കും, പൊന്നു മനുഷ്യ പോകല്ലേ, പാമ്പാണിയെ ചേമ്പാണിയെ കൂമ്പാണിയെ പോയേ കരുത്, ഇവക്ക് മനക്കെട്ടി കുറവ്. ഇനി സഹനശക്തി ആർക്കാ കൂടുതൽ? അത് പെണ്ണുങ്ങൾക്കാണ്. അത് ഇന്ത്യ വരുമ്പോഴാണ്. ഗൾഫ്, യൂറോപ്പ്, അമേരിക്ക ചെല്ലുമ്പം ഭയങ്കര സഹനശക്തി ആണുങ്ങൾക്കും ഞാൻ കണ്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചിട്ട് കുലുക്കിക്കൊണ്ടിരിക്കുന്നു, വായിലെ അടപ്പൂരി അടുത്ത തള്ളി കയറ്റിക്കൊണ്ടിരിക്കുന്നു, തുണി മാറ്റുന്നു, ദേഹം കഴുകി കൊടുക്കുന്നു. എന്തൊരു സഹനശക്തിയാണ്. ഒരുത്തൻ ജോലിക്ക് പോയി അമേരിക്കയിൽ. ഇപ്പം കൂട്ടുകാരൻ ഇവിടുന്ന് ഫോൺ വിളിച്ചു, നീ എവിടാടാ? അവൻ പറഞ്ഞു വാഷിങ്ടൺ. ഓ ഭാഗ്യവാൻ, അവിടെയല്ലേ? ഒന്നുമല്ല, തുണിയൊക്കെ അലക്കിയിട്ട് നിൽക്കുകയാണ്, വാഷിങ്ടൺ. അത് കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയമാണ്. വേറൊരുത്തനെ വിളിച്ചു ചോദിച്ചു, നിനക്ക് എന്നാടാ പണി? അവൻ പറഞ്ഞു മൈക്രോവേവ് ഓപ്പറേറ്റർ. എല്ലാം ചൂടാക്കി പുഴുങ്ങി തിന്നുക, പിന്നെ കഴുകി കമത്തി വെക്കുക. അപ്പം സഹനശക്തി പുറത്ത് ചെല്ലുമ്പം ആണുങ്ങൾക്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ കുടുംബനാഥന്മാരെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണെങ്കിലും ഈ നാട്ടിൽ കൂടെ ഒക്കെ വിട്ട് കറക്കി കാണിച്ചു കൊണ്ടുവന്നാൽ കുടുംബത്തിൽ ഒത്തിരി സമാധാനം ഉണ്ടാവും. സഹനശക്തി നമ്മുടെ നാട്ടിൽ ഇത് ആണുങ്ങൾക്ക് കുറവാണ്. ആണുങ്ങൾക്ക് തലവേദന വന്നോ സുനാമി, നെഞ്ചുവേദന വന്നോ ലോകമഹായുദ്ധം, വൈദ്യവേദന വന്നോ ഭൂമി ഉലകം, ഭാര്യ അവനെ തന്നെ നോക്കിക്കോണം. പക്ഷെ നല്ല അമ്മച്ചിമാരെ കണ്ടിട്ടില്ലേ, തലച്ചോറിൽ പഴുപ്പ, എന്നാലും പറയും ഉലുവാവെള്ളം കുടിച്ച് അറിയായിരുന്നു തലവേദന ഒന്ന് മാറുമെന്ന്. കുടലും എടുത്ത് പൊട്ടുക, മല്ലിക്കാപ്പ് കുടിച്ചറിയാൻ വലിയ മൂളലൊന്ന് മാറും. എത്രയായാലും സഹിക്കും. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് പ്രസവിക്കാനുള്ള വകുപ്പ് പെണ്ണുങ്ങൾക്കാണ് കൊടുത്തിരിക്കുന്നത്. തമ്പുരാനറിയാം ഇത് ആണുങ്ങളുടെ വകുപ്പാണോ, ഒറ്റ പ്രസവം ലോകാവസാനം, ഇനി പരിപാടിക്ക് ഇല്ല. ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛ എൻ്റെ മൂത്ത മോനെ പ്രസവിച്ചപ്പം എന്തൊരു വേദനയായിരുന്നു, ഇനി പരിപാടിക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷേ എൻ്റെ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് എൻ്റെ തമ്പുരാനോട് ഞാൻ 11 പ്രാവശ്യം ആലോചന ചോദിച്ചു. ഒരു കൊച്ചു വേണ്ട എന്നുള്ളത് ശരിയാണോ തെറ്റാണോ? അങ്ങനെ 11 പ്രാവശ്യം ആലോചന ചോദിച്ചു എൻ്റെ അച്ഛ ഞാനിന്ന് 12 മക്കളുടെ അമ്മയാണ്. ഇപ്പം സഹനശക്തി ദൈവം കൊടുത്തിരിക്കുന്നത് ഒരു സ്ത്രീക്കാണ് പുരുഷനേക്കാൾ കൂടുതൽ. അപ്പോൾ ദൈവം ചേർത്ത് വെച്ചു. അപ്പോൾ ഇതാണ് കുടുംബത്തിൽ പരസ്പരം മനസ്സിലാക്കുക. ജീവിതത്തിൽ വിജ്ഞാനം, വിശുദ്ധി, വിവേകം, വിധേയത്വം, വീണ്ടെടുപ്പ്. പ്രിയപ്പെട്ടവരെ, ദൈവം തന്ന ആ കുടുംബം ശ്രദ്ധിച്ചില്ലെങ്കിൽ നരകമാവും. കുടുംബത്തെ നരകമാക്കുന്ന ഘടകങ്ങൾ പലതുമുണ്ട്. അതുകൊണ്ടാണ് ഒരു ശ്ലോകത്തിൽ ഇങ്ങനെ പറയും, ഭൂമിയിൽ 4 കൂട്ടം സ്ഥലങ്ങൾ നരകം. 1 നാരകം നട്ടടം, 2 കൂവളം കെട്ടടം, 3 നായ പെറ്റടം, 4 നാരി നയിക്കുന്നിടം നരകം. നാരകം നട്ടടം, കൂവളം കെട്ടടം, നായ പെറ്റടം, നാരി നയിക്കുന്നിടം നരകം. പറമ്പിൽ ഒരു ചെറുനാരകം ഉണ്ടെങ്കിൽ നാരകത്തിൽ നാരങ്ങ ഉണ്ടാകുമ്പോൾ നമ്മൾ പറിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ കുനിഞ്ഞില്ലെങ്കിൽ തലക്കിട്ട് കുത്ത്, കാല് പൊക്കിയില്ലെങ്കിൽ ഒപ്പൂറ്റിക്കിട്ട് കുത്ത്, വളഞ്ഞില്ലെങ്കിൽ വയറിനിട്ട് കുത്ത്, ഞെളിഞ്ഞില്ലെങ്കിൽ എളിക്കിട്ട് കുത്ത്, കുത്തോട് കുത്ത്. നാരകം നട്ടടം നരകം. 2 കൂവളം കെട്ടടം നരകം. കൂവളം ഒരൗഷധ ചെടിയാണ്. ഒരു കൂവളം അഴുകുമ്പോൾ അവിടെ വേറെ ഒന്ന് മുളച്ചു പൊട്ടിയില്ലെങ്കിൽ നശിച്ച മണ്ണ്. കൂവളം കെട്ടടം നരകം. 3 നായ പെറ്റടം നരകം. പ്രസവിക്കാത്ത നായി കാലിൽ കമ്മിയിട്ടോടും, പെറ്റ നായ് ചൂട് ചാരത്തിൽ നിന്ന് വെടിച്ചിൽ പോലെ പൊങ്ങി വന്ന് കുതികാലെ കമ്മിയിട്ട് പോകും. നായ പെറ്റടം നരകം. 4 നാരി നയിക്കുന്നിടം നരകം. ചില വീട്ടിൽ ചെന്നാൽ ഭർത്താവുണ്ടോന്ന് അറിയത്തില്ല. ആകാശവാണി അന്നക്കുട്ടി 2 കാലും അകത്തി കുത്തി, അവളാണ് വീട്ടിലെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി. ഒരു കാര്യം ഓർത്തോണം, നോർമലായ കെട്ടിയവനെ ഒതുക്കിയിട്ട് ഭാര്യ വർത്താനം പറയാൻ പോയോ മക്കൾ 2 പേരെയും ധിക്കരിക്കും. അതേസമയം വർത്തമാനം പറയാത്ത അപ്പൻ, നോർമലായ ബന്ധങ്ങൾ സ്ഥാപിക്കാത്ത അപ്പൻ, ആ കുടുംബത്തിൽ ഭാര്യ തലയാകണം. എല്ലാ കഴിവുമുള്ള ഭർത്താവാണ്, അവനെ പുറകെ ഒതുക്കിയിട്ട് ഭാര്യ മുമ്പോട്ട് വരാൻ പാടില്ല. അപ്പം നാരി നയിക്കുന്നിടം നരകം. 7 നരകമാക്കുന്ന ഘടകങ്ങൾ. 1 നാരി നയിക്കുന്നിടം,
2, കർക്കശ പ്രകൃതി പിടിവാശി. ചില ആണുങ്ങളുണ്ട്, ഞാൻ എന്നാ തീരുമാനിച്ചോ അത് മാത്രമേ നടത്തൂ. ചില പെണ്ണുങ്ങളുണ്ട്, ഞാൻ എന്നാ നിശ്ചയിച്ചോ അതുമാത്രം. കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുന്നില്ലെങ്കിൽ ആ കുടുംബം നരകമായിട്ട് മാറും. അതാണ് പറയുക കർക്കശ പ്രകൃതി പിടിവാശി. 3, മന്ദപ്രകൃതി അലസത. ചില കുടുംബത്തെ നരകമാകുന്നത് ഭർത്താവിൻ്റെയും പഴയ മന്ദപ്രകൃതിയാണ്. 2014 ജനുവരി 1 ചില തീരുമാനമെടുത്തു. 2015 ആകുമ്പോഴും തീരുമാനം മാത്രമുണ്ട്, കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ചില വീട്ടിൽ ചെല്ലുമ്പോഴറിയാം പിശാച് ഈമ്പിയ പെമ്പർനോത്തിയാണ് കുടുംബനാഥ. വീടിൻ്റെ വരാന്തയിൽ കോഴിക്കാഷ്ടം ടൺ കണക്കിന് അട്ടിയിട്ട് വച്ചിരിക്കുന്നു. പെരയ്ക്കകത്ത് കയറി ചെന്നപ്പം ചക്കയിലക്ക് തോരണം പോലെ ഞാത്തിയിട്ടിരിക്കുന്നു. ഊട്ടുമേശയുടെ പുറത്ത് ബ്ലൗസ് ഊരി കുത്തപ്പിനാറ് പോലെ പൊക്കി വെച്ചിരിക്കുന്നു. കട്ടിന് കീഴെ സാരി ചുരുളി തിരികെ പോലെ മടക്കി വെച്ചിരിക്കുന്നു. ടാപ്പിന് കീഴെ എന്തോ വേവിച്ചിട്ട് പാത്രം കുതിരാനിട്ടതാ. സന്ധ്യയായി പ്രഭാതമായി 5-ാം ദിവസം, ഇനിയും കുതിർന്നു തീർന്നിട്ടില്ല. എല്ലാ ഗ്ലാസ്സിലും മത്തിയുടെ ഉളുമ്പ്, അയലയുടെ വാട, ഇറച്ചിവടത്തിൻ്റെ നാറ്റം ഓക്കാനിക്കാൻ വരുന്നു. 2010-ലെയും 2011-ലെയും കലണ്ടർ ഒരു നാണമില്ലാതെ അതുപോലെ തൂങ്ങിക്കിടക്കുന്നു. ക്ലോക്ക് നിര്യാതനായിട്ട് ദിവസം വലുത് കഴിഞ്ഞു. എപ്പം നോക്കിയാലും 7:10, 7:10, 7:10. അവിടുന്ന് സൂചി നീങ്ങിയിട്ടില്ല. ഞാൻ വീട്ടിൽ പ്രാർത്ഥിക്കാൻ മേടിച്ചു. ഓരോ മുറിയിൽ വിശദജലം തളിച്ച് ഞാൻ പ്രാർത്ഥിച്ച് പോവുക. ഞാൻ കയറി പോകുമ്പോൾ കട്ടിലേൽ കീറത്തുണി, പീറത്തുണി, കൈക്കലത്തുണി, കരികലത്തുണി, പഴംതുണി ഇതെല്ലാം കിടക്കുക. അച്ഛൻ കണ്ട മോശമല്ലെന്നും കണ്ട് കുടുംബനാഥ റോക്കറ്റ് പോലെ ഓടി വന്നിട്ട് ബെഡ്ഷീറ്റിട്ട് മൂടി പോവുക. എനിക്ക് പൊക്കി വഞ്ചിരിക്കാൻ പറ്റുമോ? അവസാനത്തെ മുറി ചെന്ന് ഞാൻ നോക്കുമ്പം എല്ലാം കൂടെ കൂമ്പാരം കൂടി വെച്ചിട്ട് കുതിരപ്പുറം പോലെ ഇങ്ങനെ പൊങ്ങിയിരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു, ഇതെന്നാ പെങ്ങളെ മോട്ടോർ സൈക്കിളിൽ കട്ടിലേക്ക് കയറ്റി മൂടി വെച്ചതാണോ? ഇപ്പം വൃത്തിയും മെനയില്ല, മന്ദപ്രകൃതി അലസത. ചില ആണുങ്ങളും ഉണ്ട് ഈ ടൈപ്പ്. എങ്ങനെയുള്ള ആണുങ്ങളാ? വെളുപ്പിനെ ചില ആണുങ്ങൾ എഴുന്നേറ്റ് പോകുന്ന കട്ടിൽ കണ്ടാൽ കർത്താവിൻ്റെ കവറ് പോലെ, കല്ലറ പോലെയാണ്. ലുങ്കി പറിച്ച് കാൽക്കലും പുതപ്പി ഉരുട്ടി തലയ്ക്കലും വെച്ചിട്ടുണ്ട്. പിന്നെ ചായക്കട ചെന്നേതോ അപ്പാപ്പൻ്റെ ഉണക്ക സഞ്ചി പിടിഞ്ഞ പൂളവെള്ളം വാട്ട ചായ അത് വലിച്ച് അടിച്ചകത്തോട് കയറ്റും. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഭൂമിയിലെ പൊട്ടന്മാരുടെ കളിയായ ചീട്ടുകളിയായിട്ട് ഒറ്റ ഇരിപ്പ്. ഈ ലോകത്ത് പൊട്ടന്മാരുടെ കളി എന്ന് പറയുന്നത് ഒറ്റ കളിയേ ഉള്ളൂ, അത് ചീട്ടുകളിയാണ്. അതിന് കാരണം ഇതാണ്, ലോകത്ത് എവിടെ ചെന്നാലും ഒന്നിപ്പടിക്കുന്ന കുട്ടിക്ക് പോലും അറിയാം 10 എന്ന സംഖ്യ 9-നേക്കാൾ വലുതാണ്. പക്ഷെ ചീട്ടുകളി മാത്രമാണ് 9 ഇട്ട് 10 വെട്ടുന്ന ഏക കളി. അതായത് പൊട്ടന്മാരുടെ കളി. ഈ കളിയായിട്ട് ഒറ്റയിരിപ്പ്. അപ്പം മന്ദപ്രകൃതി അലസത അത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരിക. അപ്പോൾ 1 നാരി നയിക്കുന്നിടം, 2 കർക്കശപ്രകൃതി പിടിവാശി, 3 മന്ദപ്രകൃതി അലസത, 4 സ്വന്തക്കാർ ബന്ധുക്കൾ കുടുംബത്തെ നരകമാകും. ഭർത്താവിൻ്റെ വീട്ടുകാരുടെ അമിതമായ ഭരണം വന്നാൽ ഭാര്യയ്ക്ക് വീട് നരകമായി മാറും. ഭാര്യ വീട്ടുകാരുടെ അമിതമായ നിയന്ത്രണം വന്നാൽ ഭർത്താവിന് വീട് നരകമായിട്ട് മാറും. ഒരു കുടുംബത്തിൽ ഭർത്താവും ഭാര്യയും കൂടെ എന്നും വഴക്ക്. വികാരിയച്ഛൻ പരാതി കേട്ട് മടുത്തു. 1.5 വർഷമായി ഒരു പരിഹാരവുമില്ല. ഒരു ഞായറാഴ്ച വിശുർബാനയിൽ ഈ വികാരിയച്ഛൻ അപ്പവും വീഞ്ഞും പൊക്കിപ്പിടിച്ച് പ്രാർത്ഥിച്ചു. കുറേ സമയത്ത് അച്ഛൻ കാസയും ഗീലാസയും താഴത്തേക്ക് വെക്കുന്നില്ല. ആൾക്കാരൊരുത്തി അച്ഛൻ നിന്നുകൊണ്ട് ബോധം കെട്ടുപോയതായിരിക്കും. അച്ഛൻ പൊക്കിപ്പിടിച്ച് പ്രാർത്ഥിച്ചു, കർത്താവായ ദൈവമേ, ആ വീട്ടിൽ പ്രശ്നമുണ്ടാക്കുന്ന കക്ഷി ആരാണെന്ന് കാണിച്ചു തരാതെ നിന്നെ കീഴോട്ട് വെക്കുന്ന പ്രശ്നമേ ഇല്ലെന്നും പറഞ്ഞ് ഇങ്ങനെ പൊക്കിപ്പിടിച്ചിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴുണ്ട് ഒരു ഒടികാലം കൂടെ കക്ഷത്തി വെച്ച് വാടക പിടിച്ച തോർത്തും തോളയിലിട്ട് ഒരു ചേട്ടൻ നടന്നു വരുന്നു. അച്ഛൻ അപ്പം ഇങ്ങനെ നടന്നു വരുന്ന പോലെ തോന്നി. അച്ഛൻ വീട്ടിൽ ചെന്ന് ചോദിച്ചു, ഇങ്ങനെയുള്ള ആരെങ്കിലും ഇവിടെ വരുന്ന പതിവുണ്ടോ? ഉടനെ പറഞ്ഞു, ഭർത്താവിൻ്റെ അപ്പൻ്റെ അനിയൻ വ്യാഴാഴ്ച തോറും വാടകൊല കച്ചവടത്തിന് ഇതുപോലെ വരും. അന്ന് ഉച്ചഭക്ഷണം ഇവിടെയാണ്. ഭർത്താവിൻ്റെ 10 കുറ്റം ഭാര്യയോടും ഭാര്യയുടെ 10 കുറ്റം ഭർത്താവിനോടും പറഞ്ഞിട്ട് പോകും. അത് പിറ്റേ ആഴ്ച 100 മേനി ഫലം പുറപ്പെടുവിച്ചതാണ്. ഭർത്താവിൻ്റെ അപ്പൻ്റെ അനിയൻ്റെ വരവ് നിർത്തി വീട്ടിലെ പ്രശ്നം തീർന്നു. ചിലപ്പം സ്വന്തക്കാർ ബന്ധുക്കൾ അനാവശ്യമായി ഇടപെട്ട് കുടുംബത്തെ നരകമാക്കാം. 5 നിരാശ. ഭർത്താവിനും ഭാര്യയ്ക്കും നിരാശ വന്നോ കുടുംബം നരകം. എങ്ങനെയാണ് നിരാശ അറിയുക? ചേച്ചിയെ, ചേട്ടൻ എവിടെ പോയതാ? എപ്പം വരുമെന്നറിയാമോ? ഏമ്പക്കം വിട്ട പോലെ മറുപടിയില്ല. ചില ഭാര്യാഭർത്താക്കന്മാർ നടന്നു പോകുന്ന കണ്ടാൽ നമുക്ക് തോന്നും ഏതോ സ്കൂൾ ലബോറട്ടറിയിൽ നിന്നും അസ്ഥികൂടം സായാഹ്ന സവാരിക്ക് പോണ പോലെ. കാണുവാൻ അങ്ങേറ്റം ടെൻഷനാകും. നിരാശ. സാധാരണ ആൾക്കാർ കുളിമുറി കയറി വയറെ സോപ്പ് തേക്കുമ്പം മൂളിപ്പാട്ട് പാടും. മസ്ത് മസ്തിഹെ, മുസ്തഫ മുസ്തഫ, മന്മത റാസ, ഇവിടെ തിരുമുമ്പള. ഇപ്പം ചില ഭാര്യാഭർത്താക്കന്മാരുണ്ട്,
അവർ കുളിമുറി കയറി കുളിക്കുമ്പോഴും വരെ സോപ്പ് തേച്ച് പാടുന്ന പാട്ട് ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ. നിങ്ങൾ മനുഷ്യരെ കണ്ടു. നിരാശയോട് നിരാശ. 6 അതൃപ്തി. കുടുംബത്തെ നരകമാക്കുന്ന മറ്റൊരു ഘടകമാണ് അതൃപ്തി. തൃപ്തിയില്ലാത്ത സംസാരം. ഇത് ആണുങ്ങൾക്കുണ്ട് പെണ്ണുങ്ങൾക്കുണ്ട്. ഈ തൃപ്തിക്കുറവ് കൂടുതൽ ആണുങ്ങൾക്കാണ്. ഭാര്യ എന്നാ ഉണ്ടാക്കിയാലും ചൊറിഞ്ഞ വർത്താനം പറയുന്ന ആണുങ്ങളെ കണ്ടിട്ടുണ്ട്. ചോറിനൽപ്പം വേവ് കൂടിയാൽ പറയും ശർക്കര തേങ്ങ ജീരകം മൊത്തം ഇട്ടാൽ പാച്ചോറുണ്ടാക്കാൻ കൊള്ളാമല്ലോ. വേവ് കുറഞ്ഞാലോ മുള്ളാണി പുടിങ്ങിയ പോലെ മുതിര വെന്ത പോലെ ഉണക്കപടി ഞുണഞ്ഞതുപോലെ മുക്കുന്നു മൂളുന്നു മറിയുന്നു ഓക്കാനിക്കുന്നു കൊല്ലാനുണ്ടാക്കി തന്നതാണ്. ഒരു കുറ്റവും പറയാനില്ല. ഊണ് കഴിഞ്ഞ് പഴമെങ്കിലും എടുത്തിട്ട് ഛേ ഈ പഴം എന്നാ വളഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ നേരെ നേരെ ഇരുന്നാൽ പോരായിരുന്നു. ഈ ടൈപ്പ് ആണുങ്ങളെ കണ്ടിട്ടുണ്ട്. ചില ആണുങ്ങൾക്ക് സ്വഭാവത്താലും ഉണ്ട് എപ്പോഴും കുറ്റം പറയുന്ന രീതി. ഒരു മനുഷ്യൻ എന്തിൻ്റെയും കുറ്റം പറയും. അപ്പം അയൽവാസി നല്ല വെള്ള മാർബിൾ കൊണ്ട് 1-ാം തരം കെട്ടിടം പണിതു, CFL ലൈറ്റ് വിട്ടു, മഞ്ഞുകട്ട പോലെ സൗന്ദര്യമുള്ള വീട്. ഈ കുറ്റം പറയുന്ന മനുഷ്യനെ വീട് കാണിക്കാൻ കൊണ്ടിരുന്നു. എന്നിട്ട് ചോദിച്ചു ഈ വീട് നോക്കിയിട്ട് എനിക്ക് എന്തെങ്കിലും കുറ്റം പറയാനുണ്ടോ? ഇയാൾ മൊത്തം നോക്കി, ഒന്നും പറയാനില്ല. അവസാനം പറഞ്ഞു എന്നാലും ഈ മുടിഞ്ഞ സാധനം ഒന്ന് പൊളിച്ച് മാറ്റണമെങ്കിൽ കഷ്ടപ്പെടുമെന്നാണ് തോന്നുന്നത്. ഇത് ചില മനുഷ്യരുടെ സ്വഭാവമാണ്. എപ്പോഴും ഏത് സമയത്തും അതൃപ്തി. പെണ്ണുങ്ങൾക്ക് കൊണ്ട് ഈ അതൃപ്തി. ഭർത്താവ് ഭാര്യയും കൂടി എറണാകുളം ജയലക്ഷ്മി പോയി വിവാഹ വാർഷികത്തിൽ സാരി മേടിക്കാൻ വേണ്ടി 9 മുതൽ 11 വരെ 2 മണിക്കൂർ സാരി തിരിച്ചിട്ട് മറിച്ചിട്ട് കുടഞ്ഞിട്ട് നോക്കിയിട്ടും അവർക്ക് ഇഷ്ടപ്പെട്ട സാരിയില്ല. കെട്ടിയോ മടുത്തിടിച്ചു. എന്നാ തപ്പാടി, മണിക്കൂർ 2 മിണ്ടാതിരി മനുഷ്യ, എന്നാടി നോക്കുന്നത്? നല്ല ചുമന്ന പച്ചസാരി ഉണ്ടോന്ന് തപ്പുകയാണ്. അത് കിട്ടിയാലേ പോകും. കാരണം പെണ്ണുങ്ങൾ